അവസാനത്തെ ആയത്തുകൾ ആമനർ റസൂലു എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്തുകളാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് വഅഫു അന്ന വഗ്ഫിർ ലനാ വർഹംന, 3 കാര്യങ്ങളാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. ഒന്ന് അഫ്വാണ്, 2 മഗ്ഫിറത്താണ്, 3 റഹ്മത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അഫുവും അള്ളാഹു നമുക്ക് മാപ്പ് തരുന്നതും നമുക്ക് പുറത്തു തരുന്നതും നമ്മളോട് കാരുണ്യം കാണിക്കുന്നതും, ഈ 3 കാര്യങ്ങൾ 3ഉം ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ എവിടൊക്കെയാണ് അത് വ്യത്യസ്തമാകുന്നത്, ഏതൊക്കെ വിഷയത്തിലാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ ഖുർആനിലെ മറ്റ് ആയത്തുകളെ മുന്നിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പഠനം നമുക്ക് ലളിതമാക്കി തീർക്കാൻ ആവശ്യമായത്, ഒന്ന് അള്ളാഹു അഫ്വ് പറഞ്ഞ, അള്ളാഹു മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് പുറത്തു തരാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അഫുവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത് സൂറത്ത് മാഇദയിലെ 101-ാമത്തെ ആയത്താണ്. മാഇദയിലെ 101-ാമത്തെ ആയത്ത്, 5-ൽ 101. കണ്ടില്ലേ? അപ്പം അള്ളാഹുവിൻ്റെ അഫ്വ് കിട്ടേണ്ട ചില വിഷയങ്ങൾ പറഞ്ഞു വരികയാണ്. അതിൽ ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ക്ലാസ്സിൽ ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയം എന്താണ്? ശ്രദ്ധിക്കണേ. അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, ലാ തസ്അലു അൻ അഷ്യാ, ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത്. എന്താണ്? ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത്. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമായും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് എന്തും ചോദിക്കാൻ പറ്റുമോ? ചോദ്യത്തിൻ്റെ രീതി എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്നത് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും, ദീനിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പാടില്ലാത്ത ചില ശൈലികളും രീതികളും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ചില കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഓവറായിട്ട് ചില ആൾക്കാർ ചോദിച്ചു. അതാണ് ബനി ഇസ്രായീലരിലെ ചോദ്യം. ഇപ്പം നമ്മൾ അൽബക്കറയിൽ തന്നെ ഇതിൽ തന്നെ മുമ്പ് പഠിച്ചല്ലോ. ഈ അൽബക്കറ എന്ന് പറഞ്ഞാൽ എന്താ? പശു അല്ലേ? ഈ സൂറത്തിന് ആ പേര് കിട്ടാൻ കാരണം ബനി ഇസ്രായീലരിൽ നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചൊരു കൽപ്പനയായിരുന്നു ഒരു പശുവിനെ അറുക്കണമെന്നത്. ആ പശുവിനെ അറുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഈ മരിച്ച മയ്യത്തിനെ അടിക്കണമെന്നും ആ മയ്യത്ത് എഴുന്നേറ്റ ആ സമയത്ത് ആരാണ് കൊന്നതെന്ന് പറയും എന്നുള്ള അത്ഭുതകരമായ ഒരു കാര്യം ബനൂ ഇസ്രായീലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ്റെ ശക്തിയെക്കുറിച്ചും അവൻ്റെ തീരുമാനത്തെക്കുറിച്ചും അള്ളാഹിൻ്റെ കുതിരത്തിനെക്കുറിച്ചുമൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു നിയമമായിരുന്നു അത്. അപ്പോൾ അതിനെപ്പറ്റി അള്ളാഹു കൽപ്പിച്ചപ്പം അള്ളാഹിൻ്റെ കൽപ്പന അങ്ങോട്ട് അനുസരിക്കുന്നതിന് പകരം അവർ പല ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ചില ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ അള്ളാഹു തആല നമുക്ക് വിട്ടു തന്നതാണ്, ഒഴിവാക്കി തന്നതാണ്. ചില കാര്യങ്ങളിലൊന്നും അള്ളാഹു അങ്ങനെ കർക്കശമായ ഒരു തീരുമാനങ്ങളോ കർക്കശമായ നിയമങ്ങളോ അള്ളാഹു വെച്ചിട്ടില്ല. എന്നാൽ ചില ചോദ്യങ്ങൾ കാരണം എന്തായി മാറാൻ സാധ്യതയുണ്ട്, ചില പുതിയ നിയമങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിലൂടെ അവർക്കത് പ്രയാസകരമായി തീരുകയും ചെയ്യും. അപ്പം അതങ്ങനെ വിടണം. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം പലപ്പോഴും ഈ ചെറിയ 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 കാര്യങ്ങളെക്കുറിച്ച് വലിയ വലിയ വസ്വാസുകൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. വളരെ അപകടകരമാണത്. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ വസ്വാസുകൾ വെച്ച് പുലർത്തുക എന്നുള്ളത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പിന്നെയും ഇങ്ങനെ ചോദിക്കും ചില ആളുകൾ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും അത് സൂക്ഷ്മതയുടെ ഭാഗമായി ചോദിക്കണം, സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ചോദിക്കണത്. പക്ഷെ അത് പൈശാചികമാവും, ശൈത്താൻ്റെ ദൗവ ചോദ്യം. അതെന്തിനാന്ന് ചോദിച്ചാൽ കൂടുതൽ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ എങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും, ചോദ്യത്തിന് ഒരു ഇതുണ്ടാവില്ല, പിന്നെ അവസാനം ഉണ്ടാവില്ല. അങ്ങനെ ചോദിച്ച് തന്നെ വീണ്ടും ചോദിക്കും. ഈ ചോദ്യങ്ങൾ 2-3 ടൈപ്പ് ചോദ്യമുണ്ട്. നമ്മൾ അഫ്വാണ് പഠിച്ചു വരുന്നത് കേട്ടോ. അള്ളാഹുവിൻ്റെ മാപ്പ് കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയണത്, പഠിച്ചു വരുന്നത്. ഇപ്പം നമ്മൾ സാധാരണ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്ന വിഷയം എന്തൊക്കെയായിരിക്കും? മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പല ഉദ്ദേശത്തിൽ ചോദിക്കും. ഇവിടെ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുതെന്നാണ് പറഞ്ഞത്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാവണം. ഇപ്പോൾ നമ്മൾ സാധാരണ സംശയങ്ങൾ ചോദിക്കുന്ന, കൂടുതൽ സംശയം ചോദിക്കുന്ന വിഷയം ഏതാ? അതിൽ ഏത് വിഷയമാണ്? ഇപ്പം നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരില്ല ഏത് വിഷയത്തിലാണ്? അതിൽ ഏതാണ്, ഏത് വിഭാഗത്തിനെ കുറിച്ച് അധികം ചോദിക്കില്ല നമ്മൾ? അല്ല, അവനാ ചോദിച്ച ചോദ്യത്തിന് ആലോചിച്ചാൽ മതിയല്ല. സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ടാവില്ല പല കാര്യത്തിലും. എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഞാൻ എന്തെങ്കിലും വിഷയം പല വിഷയങ്ങളും ഞാൻ പറയണേ, എൻ്റെ അനുഭവം പറയാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ പറയാം. അപ്പോൾ നമ്മൾ ഈ ഏത് വിഷയങ്ങൾ പറഞ്ഞാലും കുറേ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സക്കാത്ത് എന്നുള്ള വിഷയം പറയുമ്പോഴാണ്. സക്കാത്ത് എന്നുള്ള വിഷയം പറയുമ്പോഴാണ് ആ ചോദ്യത്തിന് അതിൽ ചോദ്യം വരാൻ കാരണം 2 കാരണം ഉണ്ടാവും അതിൽ. ഒന്നെന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ചില ആൾക്കാർ ചോദിക്കും, അതിൻ്റെ നിസാബ് എത്രയാണ്, എത്ര നിസാബ് തികയ, എത്ര കൊടുക്കേണ്ടത്, അങ്ങനെയാണ് കൊടുക്കണം, എങ്ങനെയാണ് കൊടുക്കണം, അങ്ങനെ സംശയങ്ങൾ കുറേ ഉണ്ടാവും. എന്നാൽ ആ സംശയങ്ങൾ തന്നെ വേറൊരു രീതിയിൽ വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ അതിന് ഒഴിവാക്കാൻ വല്ല വകുപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതന്നെ ചോദിച്ച് പിന്നെയും ചോദിച്ചു. അത് അത്തരം ആളുകൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും തൃപ്തിയാവില്ല. 2 ചോദ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സക്കാത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്താവും, പെട്ടെന്ന് കാര്യം മനസ്സിലാവും. പിന്നെ ഇനി സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും, സംശയമുള്ളിടത്ത് നിൽക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞാൽ അറിയോ, നിങ്ങൾ പിന്നെ സംശയമുള്ള കാര്യം സംശയമില്ലാത്തതിലേക്ക് വിടണം.
യുരീബുക്ക ഇലാമാല യുരീബുക്ക. അതായത് നിങ്ങൾക്ക് സംശയമുള്ളൊരു കാര്യം സംശയമില്ലാത്തിലേക്ക് വിട്ടിട്ട് എന്ത് ചെയ്യണം, അത് അവിടെ ക്ലിയർ ചെയ്യണം. എന്താ പറഞ്ഞാൽ മനസ്സിലായ? അതായത് ഒരു കാര്യത്തിൽ നമുക്കപ്പം എന്തായിരുന്നാലും നമ്മൾ അത് ഇനിയിപ്പോൾ അങ്ങ് നമുക്ക് ഇത് ചെയ്യുക. കാരണം ഇത് ചെയ്താലും എന്തില്ല, കുഴപ്പമില്ല. നമ്മളിത് ഇനിയിപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ഒരു സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അത് 250 ആണോ 225 ആണോ എന്നൊരു സംശയം, 250 ആണോ 225 ആണോ എന്ന്. അപ്പോൾ 225 കൊടുത്താൽ പിന്നെ 25 എന്തായി സംശയം. 250 കൊടുത്താലോ? അതാണ് അതിൻ്റെ നിയമം, വിധി അതാണ് തീർന്നു. ദിമത്തന്നെ പിടിച്ച് തൂങ്ങണ്ട. എന്നാൽ ചില ആൾക്കാർ അങ്ങനെയല്ല. അപ്പം അത്തരം ഒരു മാനസികാവസ്ഥയിലുള്ള ചോദ്യങ്ങൾ, ഇപ്പം ചില ആളുകൾക്ക് ഈ കുറച്ചൊരു 40, 45, 50 വയസ്സൊക്കെ ആയാൽ പിന്നെ ഈ മൂത്ര ഇതുമായി ബന്ധപ്പെട്ട് അസുഖങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വരും. സ്ത്രീകൾക്ക് ചില അവർക്ക് പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ചില സ്ത്രീകൾക്ക് ഈ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ. എന്നിട്ട് ചില ആളുകൾ ആ വസ്വാസ് ചോദിച്ചിട്ട് അവസാനം എന്താവും എന്നറിയോ, ആകെ ബാക്കിയുള്ള ഇബാത്ത് വരെ പൊളിയും, അവസ്ഥയിലേക്ക് എത്തും. റസൂൽ പറഞ്ഞെന്താണ്, ഒരു മൂത്രം ഉറ്റിപ്പോകുന്ന ഒരു മൂത്രവാർച്ചയുള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ദായിമുൽ ഹദസ് എന്നാണ് അതിന് പറയാം. എന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക, പരമാവധി സൂക്ഷിക്കുക, കഴുകി വൃത്തിയാക്കുക. അപ്പം വൃത്തിയാക്കിയാൽ നമ്മൾ ഉളു ചെയ്ത് നിസ്കരിക്കാൻ വരുമ്പോഴേക്ക് ഒരു തുള്ളി വീണ്ടും മൂത്രം പുതും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിസ്കാരത്തിന് തൊട്ട് മുമ്പായിട്ട് അത് കഴുകി വൃത്തിയാക്കി സൂക്ഷ്മതയോടുകൂടി ചെയ്തത് വൃത്തിയാക്കി കെട്ടിവെക്കുക. കെട്ടിവെച്ചിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. പിന്നെ ആ വരുന്ന ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അൽ കലീലു അഫുവൻ. അഫുവൻ എന്താ അഫു പറഞ്ഞാൽ? മാപ്പ്. അതല്ല ഇപ്പോൾ നമ്മൾ പഠിക്കണത്, നമ്മൾ പഠിക്കണ വിഷയം അതല്ലേ അഫുവൻ. അൽ കലീലു അഫുവൻ. അതിൽ ബേജാറാകണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, ദായിമുൽ ഹദസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ആർത്തവകാരിയായൊരു പെണ്ണ്, അവൾക്ക് ആർത്തവമല്ല എന്ന് നോക്കാറിയ ഡോക്ടർക്കും അറിയാം. അപ്പം ചിലതുണ്ടാകും, ഇത് ആർത്തവമാണോ ഞാൻ ആർത്തവമല്ലാത്തതാണോ. ചിലപ്പം ആർത്തവം ഇങ്ങനെ ഒളിച്ച് കളിക്കുന്ന ചില ആർത്തവം ഉണ്ടാവും. ഒളിച്ച് കളിക്കുക പറഞ്ഞാൽ ഒരു 2 ദിവസം ഉണ്ടാവും, പിന്നെ 2 ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളു കുളിച്ച് നിസ്കാരം തുടങ്ങാൻ പോകും, പിന്നെ കാണാൻ പെട്ടെന്ന് 2 ദിവസം വരണേ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പം ഒരു പെണ്ണിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ആർത്തവം, അല്ലെങ്കിൽ 3 ദിവസം, പരമാവധി പോയാൽ 7 ദിവസമൊക്കെ എന്തുണ്ടാവും, ആർത്തവം ഉണ്ടാവും. ആർത്തവം ആ സമയത്ത് അവൾ രക്തം കാണുന്നുണ്ട്. ഇപ്പോൾ രാവിലെ രക്തമില്ല, ഉച്ചയ്ക്ക് രക്തമുണ്ട്, വൈകുന്നേരം രക്തം കാണുന്നത്. അപ്പോൾ അവൾക്ക് ആ അശുദ്ധിയുടെ സമയം തന്നെയാണ്. അപ്പോൾ ആ ദിവസങ്ങൾ അവൾ എന്ത് ചെയ്യുക, ഓരോ വക്തിനും എടുത്തിട്ട് ഇതുണ്ടോ നോക്കണം. ആർത്തവകാരിയായൊരു പെണ്ണ് ഓരോ വക്തിനും ഇവൾക്ക് ബ്ലഡ് ഉണ്ടോ എന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണോ? ഇല്ല. അത് വസ്വാസാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവൾക്ക് 3 ദിവസമാണ്, അവൻ 3 ദിവസം കഴിഞ്ഞു, അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് കാണുന്നില്ല. അപ്പോൾ ചില സ്ത്രീകൾക്ക് ഒരൊറ്റ ദിവസം ഉണ്ടാവുള്ളൂ. ചില സ്ത്രീകൾക്ക് എന്ത് ചെയ്യും, 2 മാസം കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ, മാസം ഉണ്ടാവണമെന്നില്ല. അത് അവർക്കറിയാം. അപ്പോൾ ഈ രക്തം കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് സാധാരണ വരുന്ന വാലിബായിട്ടുണ്ടാകുന്നൊരു സമയം ഉണ്ടാവും, ഒരു പീരീഡ് ഉണ്ടാവും. അപ്പോൾ ആ സമയം അവരെന്ത് ചെയ്യുക, ആ സമയമായിട്ട് തന്നെ പരിഗണിക്കുക, അശുദ്ധിയുടെ സമയമായിട്ട് തന്നെ പരിഗണിക്കുക. എന്നിട്ട് കുളിക്കണം, കുളിച്ച് വൃത്തിയായിട്ട് നിസ്കരിക്കണം. ഇതിൽ ചിലപ്പം ചില ശരീരത്തിന് ചില ക്ഷീണം കാരണം, അല്ലെങ്കിൽ അസുഖം കാരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില ഹോർമോൺ വ്യതിയാനം കാരണമൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ 3 4 ദിവസമാവും, ആയിക്കോട്ടെ 4 ദിവസം ആയിക്കോട്ടെ, ചിലപ്പോൾ 5 ദിവസമാവും, ചിലപ്പോൾ 6 ദിവസമാവും, ചിലപ്പോൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പം കാണുന്നുണ്ടെങ്കിൽ ഇനി ഒരു പെണ്ണിന് ഇതേപോലെ അങ്ങനെ ഒരു സ്ഥിരമൊന്നുമില്ല, 4 ദിവസം ഉണ്ടായി, അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടായി, പിന്നെ 2 ദിവസം കാണുന്നില്ല, അപ്പോൾ നിസ്കരിക്കുന്നു. പിന്നെ 2 ദിവസം കണ്ടപ്പോൾ വീണ്ടും അവൾ എന്താക്കുന്നു, നിസ്കാരം ഒഴിവാക്കുന്നു. ആ ബ്ലഡ് കാണുന്നുണ്ട്.
ഇനി ഇതിലൊക്കെ സാധാരണ ഉള്ളതിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും കാണുന്നു. അപ്പോൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പറയുന്നു അത് പിന്നെ എന്തല്ല, പിന്നെ ആർത്തവ രക്തമല്ല, അത് അസുഖമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഇസ്തിഹാദത്ത് എന്നാ പറയാം, ഇസ്തിഹാദത്താണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യണം? അവൾ വൃത്തിയായിട്ട് നേരത്തെ മൂത്രവാർച്ചയെക്കുറിച്ച് പറഞ്ഞ പോലെ അത് കെട്ടിവെച്ചിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതാ വേണ്ടത്. അപ്പോൾ അവൾക്ക് ചെറിയ ബ്ലഡ് ഉണ്ടല്ലോ, രക്തം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വസ്വാസിലേക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അനാവശ്യമായി നമ്മൾ എന്ത് ചെയ്യണ്ട, ഇബാദത്തിൻ്റെ കാര്യത്തിലും പരമാവധി ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അറിവില്ലായ്മകൾ വലിയ അബദ്ധത്തിലേക്ക് എത്തിപ്പെടും. അറിവുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ ആ ഇബാദത്ത് അതിൻ്റെ മട്ടത്തിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ചെയ്യാൻ പറ്റും. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും പറ്റും. അനാവശ്യമായ ആദിയും ബേജാറും ഒഴിവാക്കാനും പറ്റും. വസ്വാസ് കൂടൽ ശൈത്താനീയത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ചില ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ജമാഅത്ത് ബാങ്ക് കൊടുത്താൽ പള്ളിക്കൽ വന്നിട്ടുണ്ടാവും, ഹൗദും കരയിൽ ഉണ്ടാവും. ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു ഉതുണ്ടാക്കി കയറിയിട്ടുണ്ടാവില്ല. ജമാഅത്ത് കഴിഞ്ഞാൽ ഉതുണ്ടാക്കി ചില ആൾക്കാരുണ്ട്, കയറിയിട്ടുണ്ടാവില്ല. വെള്ളം കുപ്പിളിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ മുഖം കഴുകി പണ്ടൊക്കെ ഹൗദും കരയിൽ ഹൗദുള്ള സമയത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നീക്കി ഹൗദ് മേലത്തെ വെള്ളം ഇങ്ങനെ ഹൗദിലെ വെള്ളം ഇങ്ങനെ നീക്കി ഒറ്റപ്പെടുത്ത ചില ആൾക്കാരങ്ങനെ ഉണ്ട്. എന്നിട്ട് ആ പിടുത്തം പിടിച്ച് അങ്ങനെ നിൽക്കും ഒരുപാട് സമയം. അത് ഇവർ മാത്രമല്ല, ഈ സാധാരണക്കാർ മാത്രമല്ല, പണ്ഡിതന്മാർ വരെ. ഞാൻ ദർശന കിതാബ് ഓതിന കാലത്ത് ഒരു പുതിയ മുദരീസ് വന്നീനി. അയാളെ പറഞ്ഞേക്കാന്നുള്ള കാരണതാ, നല്ല അലിമേനി, നല്ല മുദരീസേനി. പക്ഷേ അയാൾ പള്ളി കമ്മിറ്റിക്കാരാകെ 3 ദിവസം 4 ദിവസം നിർത്തിയത്. കാരണം മൂപ്പരെന്താ വെച്ചാൽ മഗ്രിബ് മുതൽ ഇഷ വരെ ദർശനം ഇഷ ബാങ്ക് കൊടുത്താൽ മൂപ്പരെ താഴത്തേക്ക് ഇറങ്ങിയാൽ മൂപ്പര് പള്ളിക്കുളത്തേക്കാണ് പോകുന്നുണ്ടാക്കാൻ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 20 മിനിറ്റാണ് ജമാഅത്തിനുള്ള സമയം. അത് 20 മിനിറ്റ് കഴിഞ്ഞാൽ മൂപ്പര് ഒന്നുണ്ടാവില്ല. എന്നിട്ട് സാധാരണ പള്ളിക്കൽ ഇമാമക്കൽ മുക്രിക്കാണ്. ഇമാം അപ്പോഴും അവിടെ ഉണ്ടാവും, പള്ളിക്കുളത്തിലുണ്ടാവും. വിശ്വാസമാണ്, ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യേണ്ട നമ്മൾ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഗൗരവമുള്ള കാര്യത്തിൽ നിസ്സാരാക്കി കണക്കാക്കി കണ്ട് അതിനൊക്കെ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. ഒരു കാര്യം അള്ളാഹ് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ കാര്യം നമ്മളാണ് ചെയ്യുക. പിന്നെ ആ പശുവിനെ അറക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അറക്കണ കാര്യം അതാണ് അറുത്താൽ മതി. പിന്നെ അതിൻ്റെ കോലം, അതിൻ്റെ നിറം, അതിൻ്റെ രൂപം, അതിൻ്റെ അങ്ങനെ പറഞ്ഞ് ചോദിച്ച് അവർക്കത് ഭയങ്കര ഇടങ്ങേറായിട്ട് മാറി. അത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദീന് ശരിക്ക് നടപ്പിൽ വരുത്താൻ കഴിയാത്ത അവസ്ഥ. ഇതെന്താ അറിയാം, ദീനിയായിട്ട് ജീവിക്കണമെങ്കിൽ കുറേ കാര്യം മനസ്സിലാക്കണം. ദീനിയായ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാൻ പറ്റിയ സംഗതിയല്ല ദീന്. അത് വളരെയധികം നമ്മൾ ഗൗരവത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ചില അടിസ്ഥാന ഉസൂലുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനം എന്താണെന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഇല്ല എങ്കിൽ നമ്മളെ ദീന് കൊണ്ട് ആഖിറത്തിലേക്കൊരു പ്രയോജനവും ഇല്ലാതെയായി പോകും. അത് വിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും കർമ്മങ്ങളുടെ വിഷയത്തിലാണെങ്കിലും ഇടപാടുകളുടെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശരി, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷ്യാ, ചില കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദ ലക്കും തസൂക്കും, നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് മനപ്രയാസം ഉണ്ടാക്കും. ഇൻ തുബ്ദ ലക്കും തസൂക്കും, കുറച്ച് ഇടങ്ങേറായി പോവും. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താക്കാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോൾ അതൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കണം. വഇൻ തസ്അലു അൻഹ ഹീന യുനസ്സലുൽ ഖുർആൻ തുബ്ദ ലക്കും, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത്
നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കവ വെളിപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. ഖുർആൻ ഇറങ്ങുന്ന ഒരു സമയത്ത്, ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലം, ഒരു സമയത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് എന്ത് കിട്ടും? മറുപടി കിട്ടും. ഇപ്പം നിങ്ങൾക്കറിയാം, ഖുർആൻ നമ്മളിങ്ങനെ വായിക്കുമ്പം യസ് അലൂനക്ക ഒരുപാട് യസ് അലൂനക്ക നിന്നോടവർ ചോദിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ആ ചോദ്യമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട ചോദ്യം. അതിനപ്പുറമുള്ള ചോദ്യം ഉണ്ടാകരുത്. അപ്പോൾ ദീന് പഠിക്കാനല്ലേ ഉസ്താദെ, അപ്പോൾ അത് അങ്ങനെ ചോദിച്ചുകൂടെ ഇങ്ങനെ ചോദിച്ചുകൂടെ എന്നൊന്നും നമ്മൾ പറയരുത്. ഇപ്പം റസൂലുള്ളാഹിൻ്റെ കാലത്ത് സഹാബികൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഗൗരവം എന്തായിരുന്നു? ആ ചോദ്യം ഏതൊക്കെ വിഷയത്തിലാണ് അവർ ചോദിച്ചത്, എങ്ങനെയാണ് അവർ ചോദിച്ചത്, എന്തൊക്കെയാണ് അവർ ചോദിച്ചത്? അവസാനം ചോദിച്ച് ചില വിഷയങ്ങൾ വന്നപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഏതാ വിഷയം? ഇപ്പോൾ ചോദിച്ചു യസ് അലൂനക്ക മാതാ യുൻഫിഖൂൻ. അവർ ചോദിച്ചു, നിന്നോടവർ ചോദിക്കുന്നു എന്താണ് അവർ ചിലവഴിക്കേണ്ടത്, എന്താണ് ചിലവഴിക്കേണ്ടത്. അപ്പോൾ ചിലവഴിക്കേണ്ടതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്തിനാണ്? ചിലവഴിക്കാതിരിക്കാനായിരുന്നില്ല, മറിച്ച് എന്തിനാ? അത് അവനവൻ്റെ ഉത്തരവാദിത്തം, ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മൾ പിന്നെ ഇപ്പം ഒരാൾ പറയാണ്, ഞാൻ ത്വലാക്ക് ചൊല്ലിയ ഭാര്യയ്ക്ക് പിന്നെ ഞാൻ എത്ര കാലം ചെലവിന് കൊടുക്കണം. അത് ദീനിയായൊരു ചോദ്യമാണ്. എന്നാൽ ഒരാൾ മരിച്ചാൽ അയാളെ ഭാര്യയ്ക്ക് സ്വത്ത് കൊടുക്കണം. അപ്പോൾ ഭാര്യയ്ക്ക് സ്വത്ത് കൊടുക്കണമെങ്കിൽ അയാൾക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യയ്ക്ക് സ്വത്ത് ഉണ്ടാകും. ആ ചോദ്യം പ്രസക്തമല്ല. ആണോ? മനസ്സിലായില്ല? മനസ്സിലായില്ല? ഒരാൾ ഒരു ഭാര്യയെ ത്വലാക്ക് ചൊല്ലി ആ ഭാര്യ ജീവിച്ചു, അവൾക്ക് ചിലവിന് കൊടുക്കണം. ഏതുവരെ ചിലവിന് കൊടുക്കണം? അവൾ വേറെ കല്യാണം കഴിച്ച് അവർ സെറ്റിലാകുന്നത് വരെ ചിലവിന് കൊടുക്കണം. എന്നാൽ ഒരാൾ മരിച്ചു, അയാളെ അനന്തര സ്വത്ത്, അപ്പോൾ അയാളെ സ്വത്തിൽ ഒരു വിഹിതം ആർക്കുണ്ടാകും? ഭാര്യയ്ക്കുണ്ടാകും. അപ്പം ഒരാൾ ചോദിക്കണം, അയാളെ ഭാര്യ അയാൾ ആദ്യം കല്യാണം കഴിച്ചിരുന്നു, എന്നിട്ടത് ത്വലാക്കിയല്ലി ഒഴിവാക്കിയതാണ്, ആ ഭാര്യയ്ക്ക് ഇനി ദിയാക്കിൽ ഇവിടുന്ന് സ്വത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആ ചോദ്യം പ്രസക്തമാണോ? അല്ല. എന്താ കാരണം? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അനാവശ്യമായ ചോദിക്കേണ്ട ചോദ്യങ്ങളെ നമ്മൾ നിൽക്കേണ്ടടുത്ത്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, പോകേണ്ട കാര്യമില്ല. അപ്പം സഹാബത്ത് ചോദിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ബേജാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർ ചിലവഴിക്കുമ്പോൾ എത്ര ചിലവഴിക്കണം, മാർക്കൊക്കെ ചിലവഴിക്കണം, എങ്ങനെ ചിലവഴിക്കണം, ഇതിലൊക്കെ അവർക്ക് ഭയങ്കരമായ ബേജാറ്. നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവനവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ നമ്മൾ മാന്യമായ രൂപത്തിൽ എന്ത് ചെയ്യണം? ചിലവിന് കൊടുക്കണം. അത് ആവശ്യം തന്നെയാണ്. അത് എത്ര കൊടുക്കണം, അതിനൊക്കെ എത്ര എന്ന് പറഞ്ഞിട്ട് അളവുണ്ടോ? ഇത്ര ഒരു മാസത്തിൽ ഇത്ര ഓരോരുത്തരും കൊടുക്കണം എന്ന് പറഞ്ഞാണ്ട് ഒരു നിശ്ചിത സംഖ്യ വെച്ചിട്ടുണ്ടോ? വല്ലാതെ ആ കാലത്ത് ചോദ്യം ചോദിച്ചാൽ എന്താവും? പിന്നത് ഇത്രയെന്ന് പറഞ്ഞാൽ കൊടുക്കൽ നയമായി ബുദ്ധിമുട്ടായി പോവും. മനസ്സിലായണ്ട? യസ് അലൂനക അനിൽ യതാമ, യത്തീം മക്കളെക്കുറിച്ച് നിന്നോടവർ ചോദിക്കുന്നു. സഹാബത്തിൻ്റെ ചോദ്യമാണ്. യസ് അലൂനക അനിൽ യതാമ. എന്താ? അന്ന് കൂടുതൽ യത്തീമക്കളുണ്ട്. ഇന്നിപ്പോൾ യത്തീമക്കളൊക്കെ നമ്മൾ തിരഞ്ഞാൽ കിട്ടൂല. അന്ന് യത്തീമക്കൾ കൂടാണ്ട കാരണം എന്താ? യത്തീമുകൾ കൂടാനുള്ള കാരണം എന്താ? യുദ്ധമാണ്. യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും. അപ്പം ഇപ്പോൾ ഒരു ജേട്ടൻ മരിച്ചു, ആ ജേട്ടൻ്റെ മക്കൾ അനുജൻ്റെ അടുത്തുണ്ടാവും. അല്ലെങ്കിൽ ഒരു വാപ്പാക്ക് 2 മക്കൾ മരിച്ചു, ആ 2 മക്കൾ വല്യപ്പാൻ്റെ അടുത്തുണ്ടാവും. ഇവരൊക്കെ മുതൽ ഒരുമിച്ച് ഇക്കാര്യം കൈകാര്യം ചെയ്യാം. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പം അനാഥകളുടെ വിഷയം ചോദിച്ചപ്പോൾ അള്ളാഹ് ക്ലിയറാക്കിയിട്ട് പറഞ്ഞു കൊടുത്തു. അത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. അതിൽ ഏത് വരെ പറ്റൂല? ഒരു നല്ലത് എടുത്തിട്ട് ഒരു മോശം മാറ്റി വെക്കണത് വരെ പറ്റൂല എന്നാ. എത്രമാത്രം സൂക്ഷ്മത അറിയങ്ങൾ. ഇപ്പോൾ ഒരു പറമ്പിൽ ഒരു 10 തെങ്ങുണ്ട് വിചാരിച്ചോളേ. ഒരു പറമ്പിൽ ഒരു 10 തെങ്ങ്.
ആ 10 തെങ്ങിൽ 2 തെങ്ങ് യത്തീമക്കളുടെ വിചാരിക്കുക, യത്തീമക്കളുടെ വിചാരിക്കുക. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, തെങ്ങുമ്മ കയറാൻ ഏറ്റിയാറിനെ കിട്ടാൻ കുറേ കാത്തുനിന്ന് പക്ഷേ ഏറ്റിയാറിനെ കിട്ടി. മൂപ്പര് ആ 10 തെങ്ങും തേങ്ങട്ട് എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം കൂടി കൂട്ടിക്കലർത്തും. പറ്റുമോ? ഇങ്ങോട്ട് കുറച്ച് ചെയ്യുന്നാൽ എടുത്ത് വെക്കുക, പറ്റൂല. കാരണം എന്താ, ആ തെങ്ങുമല തേങ്ങൻ്റെ എണ്ണും മറ്റേ തെങ്ങുമല തേങ്ങൻ്റെ എണ്ണും വ്യത്യാസം ഉണ്ടാവൂലേ? വലിപ്പത്തിൽ വരെ വ്യത്യാസം ഉണ്ടാവില്ല, തൂക്കത്തിൽ വരെ. ഇപ്പം നമ്മളെ നാട്ടിൽ തേങ്ങ എങ്ങനെയാണ്, എന്താ ചെയ്യൽ? ഇപ്പോൾ തേങ്ങ തൂക്കാണ്, തേങ്ങ പൊളിക്കുന്നു, എന്നിട്ട് ആ തേങ്ങ ഇപ്പോൾ കടയിൽ കൊണ്ടുപോയിട്ട് തൂക്കിയിട്ട് കൊടുക്കുകയാണ് അല്ലേ, തൂക്കത്തിനനുസരിച്ചാൽ വില. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ 2 തെങ്ങുമല തേങ്ങ വേറെ തന്നെ ഇടണം, എന്നിട്ട് ആ തേങ്ങ വേറെ തന്നെ മാറ്റി വെക്കണം. അപ്പോൾ ആ തെങ്ങുമേൽ 10, ഈ തെങ്ങുമേൽ 10, അപ്പോൾ 20 2 ഉള്ളതെന്ന് പറഞ്ഞാണ്ട് തേങ്ങ ഒരുമിച്ചാക്കാൻ പറ്റൂല. കാരണം അവിടെ വരെ എന്ത് ചെയ്യില്ല, 10 10 കൂട്ടാൻ പറ്റൂല. കാരണം ആ 10 10 വ്യത്യാസം ഉണ്ടാവും, തേങ്ങൻ്റെ വലിപ്പത്തിൽ ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത്രമാത്രം സൂക്ഷിക്കണം. എത്രമാത്രം പറഞ്ഞെന്ന് പറയും നിങ്ങൾ, പണ്ഡിതന്മാർ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ് ഇപ്പം നമ്മൾ ഒരാൾ യത്തീമക്കൾക്ക് ഒരു 100 റുപ്യ തന്നു വിചാരിച്ചോളേ, നമ്മൾ ആ 100 റുപ്യ പോക്കറ്റിലിട്ടിട്ട് നമ്മൾ 50 കൊടുക്കുക വിചാരിച്ചോളേ, മൂല്യം ഒന്ന് തന്നെയാണ്. അതുവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ്. മൂല്യം ഒന്ന് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൂക്ഷ്മതൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അത്രയും അനാഥ മക്കളുടെ മുതലുകളെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടു. മനസ്സിലല്ല പറഞ്ഞത്? അങ്ങനെ ഓരോന്നും ചോദിച്ചു, അവർ ഓരോ കാര്യങ്ങളും ചോദിച്ചു. അവരിങ്ങനെ യാത്ര ചെയ്തിങ്ങനെ പോകുമ്പം അവർ പിന്നെ വെറുതെ ഉണ്ടാക്കി ചോദിക്കല്ല, വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ല, അവർക്ക് ഓരോന്ന് കാണുമ്പോഴും പേടിയാണ്. അപ്പം ഇങ്ങനെ പോകുമ്പം ഏറ്റവും കൂടുതൽ അവരിങ്ങനെ 2 സൈഡിലും യാത്ര ചെയ്തൊക്കെ പോകുമ്പോൾ കാണുന്ന സംഗതി എന്താണ്, മലകളാണ്. അപ്പം യസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു. കണ്ടാ, എന്താണ് ആ ചോദ്യം? നമ്മളാണെങ്കിൽ ഇപ്പോൾ കല്ല് വെട്ടാൻ പറ്റുമോ, പാറമെന്ന് കല്ലെടുക്കാൻ പറ്റുമോ, ചങ്കല്ല് വെട്ടാൻ പറ്റുമോ? ഇതല്ല ചോദ്യം. യസ്അലൂനക അനിൽ ജിബാൽ. ജബൽ എന്താ? ഭൂമിയിൽ ജബലിൻ്റെ ധർമ്മം എന്താ? അത് ആണിയാണ് അല്ലേ? ജിബാല ഔതാദ റവാസിയ അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ആടാതിരിക്കാൻ ഭൂമിയിൽ അള്ളാഹ് അടിച്ച ആണിക്കല്ലുകളാണ്. ആണി പറിച്ചാൽ ഇളകും ഭൂമി. അപ്പോൾ അവർക്ക് കൊടുത്ത മറുപടി എന്താ പറയുക? യസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, റബ്ബ് അതിനെ പൊടിച്ച് കളയും. ഒരു പൊടിച്ച് കളയും എന്ന് പറഞ്ഞാൽ അതിനെ പഞ്ഞുപോലെ പറത്തിക്കളയും. അങ്ങനെ ദിവസം വരാനുണ്ട്. ഭൂമിയിൽ ഇറക്കമോ കയറ്റമോ ഒന്നുമില്ലാതെ ഭൂമിയെ സമമാക്കി കളയുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോൾ പർവ്വതത്തെക്കുറിച്ച് അവർക്ക് കൊടുത്ത ഇൽമെന്താ? അത് ഇല്ലാതെയായി ഭൂമിക്കൊരവസാനമുണ്ട്, ഭൂമിയിലെല്ലാ ആൾക്കാരും മരിച്ചു പോകും, എന്നിട്ട് യൗമുൽ ബഅസുണ്ട്, പുനരുദ്ധാരണം ഉണ്ട്. ഈ കാര്യമാണ്. അങ്ങനെ നിങ്ങൾ നോക്കി കുറേ യസ്അലൂനക അനിൽ മഹീൽ, ആർത്തവത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഹൈലിനെക്കുറിച്ച്. അപ്പോൾ മറുപടി എന്താ? മറുപടി പെണ്ണിനല്ല, മറുപടി ആർക്കാ? ആണിനാണ് മറുപടി. യസ്അലൂനക അനിൽ മഹീൽ ഖുൽ ഹുവ അദാ ഫഅ്തസിലു നിസാ ഫിൽ മഹീൽ. ഖുൽ ഹുവ അദാ, അത് വല്ലാതൊരു ഇടങ്ങേറുള്ള ബുദ്ധിമുട്ടുള്ള സമയമാണ്, ഹോർമോൺ ചേഞ്ചുള്ള സമയമാണ്. ആർത്തവമുള്ള സമയം ആർത്തവില്ലാത്ത സമയം ഒരേപോലെ കാണരുത്. പെണ്ണിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ് ആർത്തവ സമയം. റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ്, ടെൻഷൻ കൊടുക്കാൻ പാടില്ലാത്ത സമയമാണ്, വിശ്രമം കൊടുക്കേണ്ട സമയമാണ് ആർത്തവ സമയം. ഇന്നെന്താ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് വെച്ചാൽ അടുക്കളയിൽ പോയി യുദ്ധം ഉണ്ടാക്കണ്ട. അന്ന് രാവിലേക്കാരെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകുക, അല്ല തലേ ദിവസമായിരിക്കും. മനസ്സിലാണ്ട് പറഞ്ഞേ? രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ വളരെ ഹാപ്പിയായി രാത്രി കിടന്നുറങ്ങി, ശാരീരിക ബന്ധം വരെ രാത്രി നടന്നു. നേരം പുലർന്നപ്പം ഇവൾ ആർത്തവകാരി ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല.
അപ്പോൾ അവരിൽ ആ രാത്രിക്കത്തെ അവസ്ഥ ആവില്ല, പകൽ മാറ്റം ഉണ്ടാവും അവരുടെ. അപ്പോൾ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. എന്നിട്ട് അള്ള പറയാണ്, അത് വല്ലാത്തൊരു അടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമാണ് ആ സമയം. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഫഅ്തസിലു നിസാഫിലും, അതുകൊണ്ട് നിങ്ങൾ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ആ സമയത്ത് സമീപിക്കാൻ പാടില്ല, ഇടങ്ങാറാക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവരുടെ അടുത്തേക്ക് നിങ്ങൾ അടുക്കരുതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഓല അടുപ്പിക്കരുതെന്നല്ല കേട്ടാ. ചില ആൾക്കാരാ ഓല അടുപ്പിക്കരുതെന്നല്ല പറഞ്ഞത്. ഓല കൂടെ തന്നെ കിടക്കണം. ഇന്നലെ കിടന്ന മാതിരി തന്നെ ഇന്ന് രാത്രി ഓല കൂടെ തന്നെ കിടക്കണം, ഒരുമിച്ചനെ ഒരേ കട്ടിൽ തന്നെ കിടക്കണം. ഓല പുറത്ത് ചില പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആർത്തവായ പിന്നെ ഓളെ പെരയിൽ നിന്ന് പുറത്താക്കും, പിന്നെ പുറത്താണ് ഓളെ താമസവും ഭക്ഷണം ഉണ്ടാക്കുന്ന കാലം കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനെ സംഗതി ഇല്ല. മനസ്സിലാക്കുക, അവളെ ചേഞ്ച് മനസ്സിലാക്കുക, അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക, ശാരീരികാവസ്ഥ മനസ്സിലാക്കുക, എന്നിട്ട് പൂർണ്ണമായി അവൾക്ക് റെസ്റ്റ് കൊടുക്കുക. ഫഅ്തസിലു നിസാ ഫിൽ മഹീൽ. അങ്ങനെ നോക്കി ചോദ്യങ്ങൾ ഇങ്ങനെ ഖുർആൻ മറച്ചു നോക്കി നിങ്ങൾ. അവസാനം അള്ളാഹ് സ്റ്റോപ്പ് ചെയ്തത് എവിടെ അറിയോ? യസ്അലൂനക അനിർ റൂഹ്. ചോദിച്ചോടെത്തി റൂഹിനെക്കുറിച്ച് ചോദിക്കുന്നു. നിർത്തിക്കള. മിൻ അംരി റബ്ബി. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിനെപ്പറ്റി ചോദിക്കണ്ട. കാരണം അതെന്താണ്? റബ്ബിൻ്റെ മാത്രം കാര്യത്തിൽപ്പെട്ടതാണ്. അതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യണ്ട. അള്ളാഹ് റൂഹിനെപ്പറ്റി എന്താണോ പറഞ്ഞത് അത് പഠിച്ചാൽ മതി. അതിനെപ്പറ്റി അപ്പുറം നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യണ്ട, റൂഹിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കണം, ആത്മാവിനെക്കുറിച്ച് ചോദിക്കണ്ട. എന്താണോ അള്ളാഹ് പറഞ്ഞത് അത് മനസ്സിലാക്കിയാൽ മതി. എന്താ അള്ളാഹ് പറഞ്ഞത്? ആത്മാവിനെക്കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? ആത്മാവിൻ്റെ കാര്യം തന്നെ അതിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? എൻ്റെ റബ്ബിൻ്റെ. അപ്പോൾ ആ റബ്ബിനെ മാത്രം അറിയുന്ന, നമ്മൾ ചോദിക്കേണ്ടതില്ലാത്ത, പഠിക്കേണ്ടതില്ലാത്ത, അറിയേണ്ടതില്ലാത്ത കാര്യമാണ്. ഇനി അതിനെപ്പറ്റി ചോദിച്ച് എന്താക്കണ്ട, ഇടങ്ങേറാക്കണ്ട. ഇടങ്ങേറാകുന്ന പലതും ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. എന്താ റൂഹിനെപ്പറ്റി? റൂഹിനെപ്പറ്റിയുള്ള അറിവെന്താ? എന്താ മനസ്സിലാക്കേണ്ടി? ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ റൂഹിനിട്ടു അല്ലേ? ആ റൂഹ് ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കണത് അല്ലേ? പോയ റൂഹിന് ആരെങ്കിലും കണ്ടുകണോ? ഇട്ട റൂഹിന് ആരെങ്കിലും കണ്ടുകണോ? എന്നാൽ നമ്മളാക്കുന്ന സാധനം ഏതാ? റൂഹാണ് അല്ലേ? മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഹ് പോവുകയാണ്, ആത്മാവ് പോവുക. ആത്മാവ് പോയാൽ പിന്നെ ഈ ശരീരം പിന്നെ എന്തിനെങ്കിലും പറ്റുമോ? ശരീരം വാടി, ശരീരം കുഴഞ്ഞ് വീണ് മരിച്ചു അല്ലേ? കുഴഞ്ഞ് വീണ് മരിച്ചു. ശരീരം റൂഹാൻ്റെ പോയാൽ പിന്നെ ശരീരം ഇങ്ങോട്ട് കുഴഞ്ഞു. നമ്മളെ നിർത്തുന്ന സാധനം എന്താ? നിങ്ങളെ കാലിന് കയ്യിന് മസിലാന്ന് വിചാരിക്കണ്ട, പവറാന്ന് വിചാരിക്കണ്ട. നമ്മളെ നിർത്തുന്ന സാധനം, നടത്തുന്ന സാധനം ഏതാ? റൂഹാണ്. ആ റൂഹിന് കൊടുക്കാനുള്ളത് കൊടുത്തോളി. റൂഹിനെ ശക്തിപ്പെടുത്തണം, റൂഹിനെ ബലപ്പെടുത്തണം. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ റൂഹിനെ ഉമ്മൻ്റെ ഗർഭപാത്രത്തിലേക്ക് റൂഹിനിട്ട ഡേറ്റ് നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഗർഭപാത്രത്തിലേക്ക് റൂഹിനിട്ട ഡേറ്റ്, നമ്മൾ ജനിച്ച ഡേറ്റല്ലേ അറിയുള്ളൂ. റൂഹിനെ എവിടുന്ന് ഇട്ടത്? ഗർഭപാത്രത്തിൽ ഇട്ടുകണില്ലേ? ആ ഡേറ്റ് ആർക്കെങ്കിലും അറിയോ? രാവിലെയാണോ പകലാണോ അറിയോ? പകലിലാണോ രാത്രിയാണോ അറിയോ? രാത്രിയാണോ പകലാണോ അറിയോ? അറിയില്ല. രാവിലെയാണോ വൈകുന്നേരമാണോ അറിയോ? അറിയില്ല അല്ലേ? ഇനി അതേമാതിരി ആ റൂഹിനെടുക്കും, ആ റൂഹിനെ ഊരിയെടുക്കും. ആ റൂഹിനെ ഊരിയെടുക്കുന്നത് രാവിലാണോ പകലിലാണോ ഏത് ദിവസമാണ് എന്നാണ് നമുക്കറിയില്ല. ഏതുപോലെ നമുക്ക് ജനിച്ച ഡേറ്റല്ലേ അറിയുള്ളൂ അല്ലേ? ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന ഡേറ്റ് അറിയുള്ളൂ. ജീവനിട്ടത് റൂഹിനിട്ട ഡേറ്റൊന്നും നമുക്കറിയില്ല, സമയമൊന്നും അറിയില്ല. അതേപോലെ ആ റൂഹിനെ അള്ളാഹു ഊരിയെടുക്കുന്ന സമയവും ഡേറ്റും നമുക്ക് അറിയില്ല. അത് എപ്പോഴും സംഭവിക്കാം. ഇതാണ് റൂഹിനെപ്പറ്റി മനസ്സിലാക്കി വെക്കേണ്ടത്. റൂഹിനെപ്പറ്റിയുള്ള നമ്മളെ അറിവ് അതാണ്, അത് വേണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് സമയത്തും നമ്മൾ ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക, അറിയേണ്ട കാര്യങ്ങൾ അറിയുക, പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ഒന്ന് വായിച്ചു നോക്കി.
ആ ഇനി ഈ പോയ റൂഹ് തിരിച്ചു വരുമോ? പോയ റൂഹ് തിരിച്ചു വരുമോ? റൂഹ് തിരിച്ചു വരുന്ന 7 ദിവസങ്ങളുണ്ടെന്ന് അവർ മൂലയിൽ പ്രസംഗിക്കുന്നത്. അതാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ കാണിച്ചത്. റൂഹ് തിരിച്ചു വരുമോ? ഇല്ല. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് എവിടെയെന്ന് വെച്ചാൽ പിന്നെ ശുഹദാക്കളുടെ അർവാഹുകൾ ആ അർവാഹുകളെപ്പറ്റി അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകളുടെ അർവാഹുകളെ സംബന്ധിച്ച് ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹ് പറയുന്നുണ്ട്. ആ ആയത്തുകളിൽ പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ കാണാം, ഹദീസുകൾ കാണാം. അതിൽ പറയുന്നത് പച്ചപ്പറവകളിലായിട്ട് അള്ളാഹു തആല ആത്മാവുകളെ പ്രവേശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. റൂഹിനെ അവർ സ്വർഗത്തിൽ പാറിക്കളിക്കുകയാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹ് സംഭാഷണം നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇവിടെ വേണമെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, പടച്ചോനെ ഇതിലപ്പുറം ഞങ്ങൾക്ക് ഇനി എന്താ വേണ്ടതെന്ന്. ആര്? ശുഹദാക്കളെ റൂഹുകൾ. പക്ഷെ അവർ 2 കാര്യം ഡിമാൻഡ് പറയും. അള്ളാഹ് പറയും എന്തേ ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, പിന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടി ഭൂമിക്ക് തിരിച്ചു പോകണം. എന്തിനു പോകണം? ഞങ്ങൾ ആരോടാണോ യുദ്ധം ചെയ്തത് അവരോട് ഒന്നും കൂടി യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് വരണം, ഒന്നും കൂടി ഷഹീദാകണം. ഞങ്ങളെ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? മടി കാണിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ ഓരോന്ന് അറിയിക്കും വേണം. ഇങ്ങനെ 2 കാര്യമാണ്. ഞങ്ങളിന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? കാരണം പല ആൾക്കാർ ഒരു യുദ്ധത്തിൽ മരിച്ച് ഓൻ്റെ ജീവൻ പോയി പണി പോയി എന്ന് വിചാരിച്ച് നിൽക്കുകയാണല്ലോ. അള്ളാഹ് പറഞ്ഞത് അള്ളാഹിൻ്റെ മാർഗത്തിലും ഷഹീദായവരെ സംബന്ധിച്ച് കേവലം അവർ മരിച്ചോളെന്ന് പറയണ്ട. അവർ അള്ളാഹിനെ അടുക്കലാന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാഹുവിനെ അടുക്കലാണ് അവർ. അള്ളാഹിൻ്റെ അടുക്കൽ ഇവിടെ സ്വർഗത്തിലാണ് അവർ ആത്മാവുകളെ പച്ചപ്പറവകൾ പ്രവേശിപ്പിച്ചു അതങ്ങനെ പാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹ് പറഞ്ഞ മറുപടി എന്താ? ഇവർക്ക് 2 കാര്യം ഇവർ പറയണത്. ഒന്ന്, ഞങ്ങൾക്കൊന്നും കൂടി പോയിട്ട് യുദ്ധം ചെയ്യണം, മറിച്ചും ഞങ്ങൾക്ക് ഈ കിട്ടിയ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അറിയണം. അപ്പോൾ അള്ളാഹ് പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയൂല. സബത്ത മിന്നൽ ഖൗൽ മനസ്സിലാക്കി വെക്കണം. റൂഹ് വരുന്ന പിന്നെ ഒരു സമയമില്ല അവിടെ, ഭൂമിക്ക് തിരിച്ചു വരുന്ന സമയം. അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, അത് എൻ്റെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇവിടെ വന്നവർക്ക് തിരിച്ച് പോകാൻ പറ്റൂല. അപ്പോൾ ഇനി പിന്നെ അർവാഹുകൾ തിരിച്ചു വരുന്ന 1 ദിവസം 2 ദിവസം 3 ദിവസം ഒന്നും പ്രസക്തി ഇല്ല. അതൊക്കെ പിന്നെ ആ പേരിൽ ഈ മരിച്ചുപോയ ആൾക്കാരെ റൂഹിൻ്റെ പേരിൽ ഇവിടെ ഉള്ളവർക്ക് തിന്നണം. അതിനാണ് ഓലെ പേരും പറഞ്ഞ് മരിച്ചുപോയ ആൾക്കാർ ആ റൂഹിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? പള്ള നിറച്ച് സാപ്പാടടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ തിരിച്ച്. അതുകൊണ്ട് മരിച്ച വാപ്പാക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് വെക്കണം? ചിക്കൻ ബിരിയാണി വെക്കണം. അത് തിന്നാൻ ആര് വരും? വാപ്പാൻ്റെ റൂഹ് വരും. ആ വാപ്പാൻ്റെ റൂഹിന് ഇത് തിന്നണ പണിയാ. ഈ പേരിൽ ആർക്ക് തിന്നണം? ആരാ തിന്നണത്? ഈ പേര് ബാക്കിയുള്ളവർക്ക്. അതിനുണ്ടാക്കിയ സാപ്പാടിനുണ്ടാക്കിയ സംഭവം അതൊക്കെ. ഇത് ഖുർആനും ഹദീസിലുള്ള സംഗതിയൊന്നുമല്ല. അപ്പോൾ അർവാഹുകൾ തിരിച്ചു വരില്ല, അവർ തീർന്നു. അതോട് കൂടിയിട്ട് അപ്പോൾ അവരെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു ഈ ശുഹദാക്കൾ അർവാഹുകൾക്ക് കൊടുക്കണം മറുപടി. ഒന്ന്, ഇനി തിരിച്ചു പോകാൻ പറ്റൂല, കാരണം എൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടു, ഇങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തേക്ക് ഇനി പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ അവരെ അറിയിക്കണം എന്നല്ലേ. അതിന് വഴിയുണ്ട്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ആയത്തിറങ്ങുകയാണ്. ഫരിഹീന ബിമാ അതാഹുമുല്ലാഹു മിൻ ഫദ്ലി. ആ ആയത്തിൻ്റെ സബബ് അതാണ്. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു കൊടുത്ത ഔദാര്യം, സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് സന്തോഷത്തോടെ ആനന്ദിച്ചുകൊണ്ട് അവരെവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. അവർ ആ സൗകര്യങ്ങൾ അനുഭവിക്കുന്നു എന്ന് വഹിയിലൂടെ അള്ളാഹു തആല ഭൂമിയിലുള്ള മനുഷ്യന്മാർ ആ കാര്യം അറിയിച്ചു കൊടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഈ ആയത്തിൽ അവസാനം അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? ഇൻ തസ്ഊക്കും വഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സലുൽ ഖുർആൻ തുബ്ദലക്കും അഫല്ലാഹു അൻഹാ. അതുവരെ ചോദിച്ചവർക്ക് അള്ളാഹ് എന്ത് കൊടുത്തിട്ടുണ്ട്? അഫല്ലാഹു അൻഹാ. അള്ളാഹ് എന്താക്കിയിട്ടുണ്ട്? മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ അഫ്വ് കിട്ടേണ്ട വിഷയമാണ് ഇത്. ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ ചോദിച്ച് ദീന് സങ്കീർണമാക്കുക എന്നത് അള്ളാഹുവിൻ്റെ അഫ്വ് കിട്ടേണ്ട വിഷയമാണ്. വല്ലാഹു ഗഫൂറുൻ ഹലീം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണ്. മരിച്ച വീട്ടിൽ ചായയും വെള്ളവും കൊടുക്കൽ അനുവദനീയമാണോ എന്നതാണ് ഒരു ചോദ്യം. മരിച്ച വീട്ടിൽ
റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് അവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കരുത് എന്നാണ്, ചായയും വെള്ളമൊന്നും ഉണ്ടാക്കരുത് എന്നാണ്. ഇനി അവിടെ ദൂരത്തുനിന്ന് വന്ന ആൾക്കാരോ യാത്ര ചെയ്ത് വന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ, അവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ടെങ്കിൽ അയൽവക്കക്കാരെന്ത് ചെയ്യണം, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആദ്യത്തെ 3 ദിവസം താസിയത്തിൻ്റെ ദിവസം തൊട്ടടുത്ത വീടുകളിൽ നിന്നാണ് ഇവർക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. എന്നാൽ അവർക്ക് ഈ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വേറെ ആരും കിട്ടാനില്ലാത്ത ഒരു സമയം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പട്ടിണി കിടക്കാൻ പറ്റില്ല. എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഉണ്ടാക്കേണ്ടി വരും ആ സന്ദർഭത്തിൽ മാത്രം. അതല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുടുംബങ്ങളും തൊട്ടടുത്ത അയൽവക്കത്ത് ജേട്ടൻ്റെ വീട് അപ്പുറത്ത്, അഞ്ചൻ്റെ വീട് പുറത്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളേ, മരിച്ച വീട്ടിൽ അന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ 3 ദിവസം താസിയത്തിൻ്റെ ദിവസങ്ങളൊന്നും ഉണ്ടാക്കാതെ അയൽവക്കത്ത് ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവരങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയിട്ട് കൊടുക്കുക. അവിടെ എന്ത് ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുക്കുന്നത് ഒഴിവാക്കലാണ് വേണ്ടത് എന്നതാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും എങ്ങനെ വെള്ളത്തിൻ്റെ കുപ്പി, വെള്ളത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതും അത്യാവശ്യം ഒരാളുകൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ബോട്ടിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്ഷണം പെരിയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മൾ മയ്യത്ത് കൊണ്ടുപോയിട്ട് മയ്യത്ത് കബറടക്കി ആൾക്കാരുണ്ട് വരുമ്പോഴേക്കും ഇവിടെ പായസം ഉണ്ടാക്കുകയാണ്. ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതി. അത്തരം കാര്യങ്ങൾ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിന് ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.